നമ്മുടെ ഒപ്പം ഓണം ആഘോഷിക്കാൻ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറച്ച ഒരു ഓണം ആശംസിക്കുന്നു. We are so happy to see you all as we come together to celebrate one of Kerala's most beautiful festivals, Onam. ലോകത്തിന്റെ ഏത് കോണിലായാലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് കേരളീയർക്ക് ഓണം. നമ്മളെ പോലെയുള്ള പ്രവാസികൾക്ക് നാട്ടിൽ കൂടണയാനുള്ള ഒരു കാലമായിരുന്നു ഇത്. തിരക്കിന്റെ നൂലാമാലകളിൽ കുടുങ്ങി ഓണം ആഘോഷിക്കാൻ പിറന്ന മണ്ണിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും സ്നേഹമുള്ള സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ഈ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചത് നമുക്ക് സന്തോഷിക്കാം. മനസ്സുകൾ ഒരുമിച്ച് ചേർന്നാൽ ഏത് ദേശവും നമ്മുടെ സ്വന്തം നാടാണെന്ന് ഈ ഒത്തുകൂടൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. For every Malayali, no matter where they are in the world, Onam is a nostalgic memory. For expats like us, Onam used to be the time to return to our homeland. Even though we couldn't go back to our native land to celebrate Onam due to our busy schedules, it is our great fortune that we could gather here with our dear friends and family. This gathering reminds us that when hearts unite, any place can be our home. ആമോദത്തോടെ വസിക്കും കാലം മഹാബത്തങ്ങാർക്കും ഒട്ടില്ല താനം. മാവേലി എന്ന മഹാതമ്പുരാൻ നാടുവാണെന്ന ഒരു സുവർണകാലം. കള്ളവും ചതിയുമില്ലാത്ത, പൊളിവചനം എന്നോളം പോലും ഇല്ലാത്ത, എല്ലാ പ്രജകളും ഒരുപോലെ സന്തോഷിച്ചിരുന്ന ഈ ദിനങ്ങളെ ഓർക്കാനും ഇതുപോലെയുള്ള ദിനങ്ങൾ ഇനിയും വരും എന്ന പ്രതീക്ഷയുമാണ് ഈ ഒത്തുചേരൽ. Before we proceed further, we would like to invite Prashant Uncle to give him a welcome speech. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും എൻ്റെ ആദ്യം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് നമ്മുടെ ഫ്രിസ്കോ കൂട്ടായ്മയുടെ രണ്ടാമത് ഒരു എന്താ പറയുക ഒരു ഓണ സെലിബ്രേഷനാണ്. കഴിഞ്ഞ വർഷം ഒരു ജസ്റ്റ് ചെറുതായിട്ടൊരു 40 പേര് 50 പേര് തുടങ്ങിയത്. ഈ വർഷം 100 പേരായി. അടുത്ത വർഷം അത് ഇനി 200 ആവും, 300 ആവും, എത്ര ആവട്ടെ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യം ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഓണം നമുക്കറിയാം. ഓണത്തെക്കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കുട്ടികളെല്ലാം പറഞ്ഞിട്ടാണ് ഓണം എന്നുള്ളത്. പക്ഷേ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന നമുക്ക് ഇതൊരു ഈ ഫാമിലിയോട് ആഘോഷിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇതിൽ ഓണം ആഘോഷിക്കുന്നത് നമുക്ക് നമ്മുടെ സന്തോഷം നൽകുന്ന, അത് മാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾക്ക് നമ്മുടെ ട്രഡീഷൻ എന്താണ്, നമ്മുടെ കൾച്ചർ എന്താണ്, അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നാട്ടിലാണെങ്കിൽ അത് എന്താ ഓണം എന്നറിയാം. പക്ഷെ ഇവിടെ ഈ വെക്കേഷൻ എനിക്കറിയില്ല. സ്കൂൾ ഈ സമയത്ത് സ്കൂളിൽ വെക്കേഷൻ ഇല്ല, അല്ലേ? സ്കൂളിൽ വെക്കേഷൻ പോകാൻ പറ്റത്തില്ല. അവർക്ക് നാട്ടിൽ ഓണം TV കൂടെ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഓരോ കൂട്ടായ്മകളിലൂടെ ആയിരിക്കും നമ്മൾ ഓണം അവർക്ക് നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ, നമ്മുടെ റൂട്ട്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത് അറിയാം, ഓണം ഒരു കാർഷിക ഉത്സവമാണ്. ഇറ്റ്സ് എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. പക്ഷെ അതോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പല മിത്തും പല ഐതിഹ്യങ്ങളുമുണ്ട്. മഹാബലി എല്ലാവർക്കും അറിയാം, മഹാബലിയുടെ ഐതിഹ്യം എന്താണെന്നുള്ളത്. പക്ഷെ അതിലൊരു പേഴ്സണലായിട്ട് ഒരു ടേക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും മഹാബലി എന്നൊരു അസുരനാണ്. പിന്നെ ദേവന്മാർ, നമുക്ക് അസുരന്മാർ എപ്പോഴും ഡെവിൽ അല്ലെങ്കിൽ ഒരു ഈവിൽ ഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ ദേവന്മാർ എപ്പോഴും ഗുഡ് സൈഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരു അസുര രാജാവ് ഒരു രാജ്യം ഭരിച്ചു. അവിടെ സന്തോഷവും സമാധാനവും ഇനീക്വാലിറ്റീസ് ഇല്ല. എല്ലാം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അത് അസുരനാണ് ഭരിച്ചത്. അപ്പൊ ഇതിൽ നമുക്ക് ചിന്തിക്കാം, എന്താ ദേവൻ അസുര വന്നു, അങ്ങനെയാണ് ദേവത്തിരി കഥ എല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണ് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അസുരന്തോ ദേവനൊന്നല്ല, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാറ്റേഴ്സ്. അതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മാറ്റേഴ്സ്, നിങ്ങൾ എന്താണോ എങ്ങനെയാണോ നിങ്ങളുടെ കൂടെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ടേക്ക് കെയർ ചെയ്യുന്നത്, അതാണ് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയുന്നത്. അല്ലാതെ
നിങ്ങൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, നിങ്ങൾ എന്തായിരുന്നു പാസ്റ്റ് സോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. തിരുവോണ ദിനത്തിൽ ഉറങ്ങിയാൽ മാവേലി വന്നു പോകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഉറങ്ങിപ്പോയതിന്റെ പേരിൽ മാവേലിയെ കാണാൻ പറ്റാതെ പോയ നിരാശയുമാണ് എന്റെ കുട്ടിക്കാലത്തെ ഒരു ഓണസ്മരണ. ആയത്തിലാടുന്ന ഊഞ്ഞാൽ, അത്തപ്പൂക്കളം, ഓണസദ്യ, തിരുവാതിരക്കളി. ഓണമെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലൂടെ എത്രത്തോളം ഓർമ്മകളാണ് മാഞ്ഞു മറയുന്നത്. സാമൂഹിക ഐക്യത്തിന്റെ സന്തോഷത്തിന്റെയും പ്രതീകമാണ് ഓണം. നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ഉത്സവം. When we were children, we were told that if we slept on Tiruonam, we would miss Mahabali's visit. A lot of us remember the disappointment of falling asleep and not being able to see him. Onam brings to mind so many memories: swinging on a swing, laying out beautiful pookalams, enjoying the Onasadya, and watching Tiruvadira dances. Above all, Onam is a symbol of social harmony and joy, and it's a beautiful reminder of our culture. We have made a slight attempt to recreate some of these experiences here. We'll celebrate with songs, dances, and some fun games. So sit back, relax, and enjoy the program. Can anyone tell me what is the most famous dance that's performed during Onam celebrations? ഓണാഘോഷത്തിൽ പ്രധാനപ്പെട്ട നൃത്തരൂപം ഏത്? ഏതാണ്? തിരുവാതിരക്കളി. നമുക്കായി തിരുവാതിരയുമായി എത്തുന്നു ഐശ്വര്യ, ആതിര, ജോസ്ലിൻ, ലിബി, ലിറ്റി, മറിയ, Nandana, Nima, Kritika, Remya, Rakhi, and Teju. Let's welcome them all to the stage.
in joy and harmony. And one of the most beautiful ways the spirit is expressed is through music. Songs that celebrate the harvest and capture the cultural richness of Kerala. These songs are passed down through generations, filling homes and gatherings with warmth and nostalgia during Onam. Today, we are blessed to experience that same joy through a special performance. Please join us as we welcome our performers who will present a delightful Onam song medley for all of us to enjoy. മലയാളിക്ക് ഓണം ഒരു ആഘോഷം മാത്രമല്ല, അതൊരു വികാരം തന്നെയാണ് അല്ലേ? ഒത്തൊരുമയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഒക്കെ നനുത്ത നിമിഷങ്ങൾ. ഓണാഘോഷം ചൈതന്യവത്താക്കുന്നത് തലമുറകളിലൂടെ കൈമാറി വന്ന പാട്ടുകളിലൂടെയാണ്. മനസ്സിന് കുളിർമ നൽകുന്ന ഈ ഗാനങ്ങൾ നന്മ നിറഞ്ഞൊരു കാലത്തിന്റെ ഓർമ്മകൾക്കൊപ്പം സന്തോഷവും പകരുന്നു. ഓണപ്പാട്ടുകൾക്കായി നമുക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന കലാകാരന്മാരെ സ്വാഗതം ചെയ്യാം. അനൂപ്, ശ്യാം, വിഷ്ണു, നിഷാന്ത് and Devananda.
കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ മണിനീർച്ചോല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ മണിനീർച്ചോല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല മുറ്റത്തെ പൂക്കളത്തിൽ മാറിയ പൂമണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ ഉത്രാടപ്പൂനിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ മാറിയ പൂമണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ ഉത്രാടപ്പൂനിലാവേ വാ. വേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരി ചാത്തിയ കന്നി പൂമകൾ വേണം വേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരി ചാത്തിയ കന്നി പൂമകൾ വേണം കുന്നത്തെ കാലിൽ നിന്നും ദേവതാഴിടുങ്ങൾ ഓരോരം മഞ്ഞൾ മൂളിപ്പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ വേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരം ചാത്തിയിറങ്ങി പൂമകൾ വേണം മായ ഓണപ്പാട്ടുകളിലൂടെ നമ്മുടെ ഓണച്ചെപ്പുകൾ തുറപ്പിച്ച് ഗായകർക്ക് കൈയടി കൊടുക്കാം. The music truly brought alive the joy and togetherness this festival stands for. However, festivals are always brighter when children take the stage. Their joy and energy remind us of the true spirit of Onam, innocence, happiness, and celebration. So let's begin with our little stars as they present a kids' dance. കുട്ടികൾ വേദിയിൽ എത്തുമ്പോഴാണ് ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കം വരുന്നത്. അവരുടെ സന്തോഷവും ഊർജവും എല്ലാം ഓണത്തിന്റെ യഥാർത്ഥ ഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിഷ്കളങ്കതയും സന്തോഷവും ആഘോഷവും. അപ്പോ നമുക്ക് ഈ കുഞ്ഞു മിടുക്കർ അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തവും പാട്ടും ഒന്ന് കണ്ടു നോക്കിയാലോ? Let's give them a big round of applause and welcome Alan and Alina to the stage.
തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാനക്കൊമ്പേറും നരകൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ കടക്കണ്ണിൽ വശിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുന്ന സമ്മാനം പൂക്കൂടാതെ ഇറക്കുവൾ പുലർമഞ്ഞിൽ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ട് വിളമ്പുന്ന രുചികളിൽ വിടരുന്ന നിറവായ ഊടിന്റെ സന്തോഷം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവാരമുണരുന്നു സംഗീതം പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാനക്കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള മലരോണ പാട്ട് ഹാപ്പി ഓണം ഒന്നടിത്തല കരിയതല നിറ്റാടി മണ്ണല കൊടുക്കല വരുന്നല നന്നന്നന്റെ നീ പണ്ട് കഴിച്ചണ്ടേ നന്നന്നന്റെ നീ പണ്ട് കഴിച്ചണ്ടേ നമസ്കാരം പുഴയുടെ തീരത്തോരുത്രാടരാവിലെ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തോരുത്രാടരാവിലെ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു തിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്തോരുത്രാടരാവിൽ
energy. Let's show them our love once more. Up next, we have a performance filled with energy and festive spirit. The uncles are all set to bring their own style and joy to the stage. With a big applause, let's welcome them for the gents dance performance. ഇനിയൊരു ഉഗ്രൻ പ്രകടനമാകാം. അച്ഛന്മാരും അമ്മാവന്മാരും അരയും തലയും മുറുക്കി അണിയറയിൽ കാത്തിരിക്കുകയാണ്. വേദിയിലേക്ക് ആനയിച്ചാലോ? വേദിയിൽ അനീഷ്, നിഷാന്ത്, ശ്യാം, വിഷ്ണു, പ്രശാന്ത് and രാജേഷ്. Let's welcome Moonwalker. നീ മധുപകരും മനസ്സൊരിയും അനുരാഗ പൗർണമിയേ നീ മധുപകരും മനസ്സൊരിയും അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ നീ മധുപകരും മനസ്സൊരിയും അനുരാഗ പൗർണമിയേ. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുകളൊക്കെ മതി. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനം കേട്ടില്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല. അങ്ങനത്തെ സാധനം കുറച്ച് ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാട്ട് വന്നു. Wow, that performance was truly energy-packed. And now we move on to another highlight of Onam celebrations, a performance from our ladies and kids. They are ready to take the stage with a dance full of rhythm, spirit, and celebration. Let's welcome them with a big round of applause. കാരണവന്മാർ കലക്കല്ലേ, നല്ലൊരു കൈഡി കൊടുക്കാം. അപ്പൊ ഇനി എന്തായിരിക്കും അടുത്ത പരിപാടി? ലാസ്യ ചൂടുകളുമായി നമ്മുടെ മുന്നിലെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും കുഞ്ഞുങ്ങളും. സ്നേഹത്തോടെ വരവേൽക്കാം. വേദിയിൽ ഐശ്വര്യ മനോജ് and Sharika Manoj, Ramya Rajneesh and Adra Rajneesh, Adira Nair and Meghna Nair, Libby and Sasha Sijo, Nima Rajesh and Nandana Rajesh, Liti, Maria, Kritika, Dhwani, Rakhi and Teju. Welcome to the stage with a big round
ഒരു കാര്യം, ആ കർമ്മങ്ങളാണ്. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്കാം, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഞെരിപ്പായി. ഇനി സമയങ്ങൾ കളയാം. പൊട്ടിട്ട് എല്ലാവരും പറയും. തിരുവാമണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലയോട പാട്ട്. എന്താ മോനെ പക്ഷെ എനിക്ക് പാടില്ല. അതാണ് ഞങ്ങൾ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പരിപാടികളിലായി പൊളിയാണ്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും കാലം നിങ്ങൾ കണ്ട മരമാടനും മാത്രയും ഒക്കെ നടത്തിയ ഉത്സവം മുതലാളിയായി അറിയുന്നതിന് മുമ്പ് ഗാനമേള തുടങ്ങാൻ That was such a power-packed performance. Let's give them a big round of applause to match their energy. ഗംഭീര പ്രകടനം. ഈ ഊജ്ജ്വലമായ പ്രകടനത്തിന് ഒട്ടും ഊർജ്ജം പോകാതെ നല്ല കൈയടി കൊടുക്കാം. Now, I don't know about you guys, but all of this has made me really hungry. But don't worry, the most important part of Onam is yet to come, the Sadhya. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഓണാഘോഷത്തിൽ ഒന്നാണ് തയ്യാറാണ്. എന്താണെന്നല്ലേ? ഓണസദ്യ. ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറുന്നു. അപ്പോ ഇനി ഒരു സദ്യ ആയാലോ? സദ്യയിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്ക് പറയാം? My mouth is watering at the thought of it. How well do you know what a sadhya is? Can anyone name some dishes in a Sadhya? Sambar, papada, പരിപ്പ്, പരിപ്പിട്ടി, അവിയല്, പുളിശ്ശേരി, കിച്ചടി, പാലട, ഓലൻ, പച്ചടി, അച്ചാറ്, നിങ്ങളെ പോലെ തന്നെ എന്റെ വിശപ്പിന്റെ ആക്കം ഇപ്പൊ കൂടിയിരിക്കുന്നു. അരങ്ങൊഴിയാൻ സമയമായി. മനോഹരമായ നമ്മുടെ ഈ ഓണപരിപാടികൾ ആസ്വദിച്ചതിനും ഞങ്ങളെ സാധിച്ചതിനും ഒക്കെ സന്തോഷം. ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ പ്രശാന്തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Heartfelt thanks to all the holidays, behind for organizing all those things. First of all, I want to express my thanks to one and only Nima. She is the backbone for all these coordination and all those things. And she put a lot of effort to get this done. And she contacted each person, for dance and for the corporate and for all this. So a great thanks to Nima. And for song, Anu, he organized the group songs, and she's the person who selected the songs and formed the team, and it was amazing one. And apart from it, Adira and the team, Adira Shah, she design, and it was very good. So I just want to express my thanks to Adira and team. And for Sadhya, I cannot express the single person for that. Everyone contributed. So anyway, you're going to have a very good feast. I'm sure that you're going to enjoy that. And dance. A lot of people, gents dance, women dance. I don't want to express any names here, but it's an amazing one. And our kids, UMCC districts, it's an amazing, fantastic job. Thanks for you and everyone participating in this program. And we are going to have a good feast here. So happy Onam. അപ്പൊ നമുക്ക് നമ്മുടെ മലയാളി മങ്കയും ആരാണെന്ന് അറിയണ്ടേ? മലയാളി മങ്ക അഖിലെന്തെങ്കിലും ഗസ്റ്റ് എങ്കിലും ഉണ്ടോ? ആരായിരിക്കും ഈ മലയാളി മങ്ക? ഓക്കെ, മലയാളി മങ്ക രമ്യ രസീഷ്.
സന്തോഷത്തിൽ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് എന്ന് രീതിയിൽ വിചാരിച്ചു ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം എന്നോട് കുറച്ച് പേർക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവരും Super! Yeah, you are correct. Yes.
കിരീട്ടോ നോട്ടത്തെ അത് മതി കുട്ടി കുഴപ്പമില്ല. സൂപ്പർ. എന്തോ ഓട്ടം. Come on.